തോമസ് മാഷെ, ഏറ്റവും ഒടുവിൽ കാണുന്നത് എപ്പോഴാണ് അദ്ദേഹത്തെ? ഈ കോവിഡിന് ശേഷം മകൻ്റെ മരണശേഷം വല്ലാതെ ഉലഞ്ഞുപോയി യെച്ചൂരി എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ് എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അദ്ദേഹവുമായി സംസാരിക്കുന്നവരൊക്കെ പറയും അദ്ദേഹത്തിൻ്റെ മരണം ഒരു പേഴ്സണലായ വളരെ വ്യക്തിപരമായൊരു ദുഃഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതും ഒക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശപ്പെടുന്നതിന് കാരണമായിട്ടുണ്ടാവാം അല്ലേ തോമസ് മാഷെ? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മകനൊരു പത്രപ്രവർത്തകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം എനിക്ക് തോന്നുന്നു സാധാരണയിൽ കൂടുതൽ യെച്ചൂരിയെ കുലച്ചതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനുശേഷം പലപ്പോഴും എപ്പോഴും ഊർജ്ജസ്വലനായി കാണുന്ന യെച്ചൂരി ആ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് എന്തൊരു വേദന കണ്ടു. പക്ഷേ അതേ സന്ദർഭത്തിൽ ചലഞ്ചുകൾ വരുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വരും. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഫെഡറലിസം തകർക്കുന്നു നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ പേരിൽ കേരളം മുൻകൈയെടുത്ത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൈയെടുത്ത് ജന്തർ മന്ദിറിൽ സമരം പ്രഖ്യാപിച്ചു. ആ സമരം പ്രഖ്യാപിച്ച ആദ്യത്തെ നാളുകളിൽ അത് നടത്തുന്ന സംവിധാനം വ്യത്യസ്തമായിരുന്നു. പക്ഷേ അവസാനത്തെ 7 ദിവസം വന്നപ്പോഴാണ് മുഖ്യമന്ത്രി വിളിച്ച് എന്നോട് പറഞ്ഞു, ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അങ്ങനെയാണ് പറഞ്ഞാൽ AK സെൻറ്ററിൽ പോയി യെച്ചൂരിയെ കണ്ടു, ഇവിടുത്തെ വിജയരാഘവനെ കണ്ടു, ഞങ്ങൾ സംസാരിച്ച് ഞങ്ങളുടെ ടീമായിട്ടിറങ്ങി. ആ 7 ദിവസമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് നടത്തണം. അപ്പോൾ അത് ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ച് MA ബേബി വന്നു. ഞങ്ങൾ വലിയൊരു ടീമായിരുന്നു. കരീം സാഹിബ് ഉണ്ടായിരുന്നു. വലിയൊരു ടീമായിട്ട് ഇറങ്ങി അവസാനം മെറ്റിക്കുലസായിട്ട് കാര്യം ചെയ്യാൻ പറ്റി. ഉദാഹരണം തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഞങ്ങൾ നല്ല സ്റ്റേ അതിൻ്റെ തലേ ദിവസം കർണാടക ഗവൺമെൻറ് അടുത്തത് പരാജയപ്പെട്ടു പോയി. അറേഞ്ച്മെൻറ്റ് ശരിയായില്ല. പക്ഷെ ഇത് ഗംഭീരമായിട്ട് ചെയ്ത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, പ്രൊഫസറെ ഈ ഞങ്ങളൊക്കെ പ്രായമുള്ള ആളുകളാണ്, ഒന്ന് മൂത്രം ഒഴിക്കേണ്ടി വന്നാൽ കേരള ഹൗസിലേക്ക് നടന്നു പോകണോ? ഞാൻ പറഞ്ഞു വേണ്ട, ഇവിടെ 6 ടോയ്ലറ്റുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ പോലുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് മാറ്റി വെച്ച അവിടെ ആൾ നിൽപ്പുണ്ട്. അത് തണുപ്പല്ലേ, ചായ വല്ലതും കിട്ടുമോ? ഞാൻ പറഞ്ഞു ചായയും പാക്കറ്റും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അത്ര ഭംഗിയായിട്ട് നിർത്തിയപ്പോൾ ഇതിൻ്റെ ഓരോ സമയത്തും യെച്ചൂരിയും ബേബിയും വിജയരാഘവനും ഞങ്ങൾ ഒരു വലിയ ടീം ആയിട്ട് നടത്താം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പക്ഷേ നല്ലൊരു അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു, നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധാപൂർവം പോകുന്ന ഒരാളാണ്. മറ്റൊന്ന് എനിക്ക് ശ്രദ്ധ വന്നിട്ട് വിഴിഞ്ഞം പ്രോജക്റ്റാണ്. അപ്പോൾ അതേ എപ്പോഴും എന്താണ് ഈ വിഴിഞ്ഞത്തിന് എങ്ങനെ മുന്നോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ്. അതിന് ശേഷം ഇത് നടപ്പിലാക്കുന്നു വന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ചലഞ്ചസ് ഉണ്ട്. അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ നിർത്തണം. അതുപോലെ ഇത് കേരളത്തിൻ്റെ വികസനത്തിൽ വളരെ ഗുണം ചെയ്യുന്നൊരു പ്രോജക്റ്റാണ്. അത് CM പിണറായി വിജയൻ വളരെ ഭംഗിയായിട്ട് ആരെയും പിടക്കാതെ എന്നാൽ ബുദ്ധിമുട്ട് അത് പിണറായിക്ക് കഴിയും. അദ്ദേഹം ആ കാര്യത്തിലൊക്കെ ശക്തമായിട്ടും അത് പറയാനൊരു പശ്ചാത്തലം ഗെയിൽ പ്രോജക്റ്റാണ്. വൈപ്പിൻ ഗെയിൽ പ്രോജക്റ്റ് വന്നപ്പോഴും VS അച്യുതാനന്ദനോ ഉമ്മൻചാണ്ടിക്കോ നടപ്പിലാക്കാൻ പറ്റുന്നത് പിണറായി വന്നപ്പോഴാണ് അത് നടപ്പിലാക്കുന്നത്. അത് ചില ഫോഴ്സൊക്കെ ഉപയോഗിക്കേണ്ടി വന്നത്. അത് എന്നോട് ചോദിക്കും എന്താ സ്ഥിതി ഇവിടെ വൈപ്പിന്? ഞാൻ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ പ്രശ്നപരിഹാരം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങൾ, ഞാനിത് കേരളത്തെക്കുറിച്ചാണ് പറയുന്നത്, അതുപോലെ ഓരോ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം അന്വേഷിക്കും, ചോദിക്കും. അദ്ദേഹം മുൻകൂട്ടിയല്ല അത് കാണുന്നത്. നമ്മൾ പറയുന്നത് കേട്ടിട്ട് ചിലപ്പോൾ ഒരു അഭിപ്രായം പറയും, ചിലപ്പോൾ അഭിപ്രായം പറയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുഖത്തുനിന്ന് അറിയാം അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണെന്ന്. ഓക്കെ മാഷേ, താങ്ക് യു മാഷേ.